ഈ മുടിയൊക്കെ നരച്ച് തുടങ്ങിയെന്ന് പേടിയുള്ളവർക്കും ഒത്തിരി ഡാൻഡ്രഫ് ഉണ്ട്, മുടി ഫുൾ ഡാമേജ്ഡ് ആണ് എന്നൊക്കെ ഉള്ളവർക്കും മുടിയില്ലാത്തവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോണത്. പിന്നെ ഞാൻ രാവിലെ ഇങ്ങനെയാണ് കേട്ടോ മുടി കെട്ടി വയ്ക്കണം, നല്ല ലൂസ് ബ്രൈഡ് ആയിട്ട് കെട്ടി വയ്ക്കും. അപ്പോൾ മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ നല്ല കുറവായിരിക്കും. അപ്പോൾ എന്തായാലും ഹായ് ഹലോ, ദിസ് മിസ് ഓയിലി ഹിയർ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 6ാമത്തെ ഹെയർ പാക്ക് വീഡിയോ ആണ്. ഇതുവരെയുള്ള എല്ലാ പാക്കുകളും നിങ്ങൾ ട്രൈ ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ മുടിയുടെ തുമ്പ് വെട്ടിയായിരുന്നു കേട്ടോ, അതിൻ്റെ ഷോർട്സ് ഞാൻ ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാവരും കണ്ടു നോക്കണേ. ഇതിപ്പോൾ 2 മാസത്തിൽ ഞാൻ 3ാമത്തെ വട്ടമാണ് മുടിയുടെ തുമ്പ് വെട്ടുന്നത്. അപ്പം എന്തായാലും അതിനനുസരിച്ച് എനിക്ക് ഹെയർ ഗ്രോത്ത് ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഞാൻ വിട്ടിട്ടുണ്ടാവുക. ഫാസ്റ്റായിട്ട് ഹെയർ ഗ്രോത്ത് നടക്കണം എന്നുള്ളവരും ഒക്കെ ഈ ഹെയർ കെയർ ചാലഞ്ച് ഫോളോ ചെയ്താൽ നന്നായിരിക്കും കേട്ടോ. ഇന്നത്തെ പാക്ക് ആരൊക്കെ എങ്ങനെ ഉപയോഗിക്കണം, ഏത് പ്രായക്കാർ ഉപയോഗിക്കണം, ഏത് രീതിയിൽ കറക്റ്റായിട്ട് ഉപയോഗിക്കണം എന്നുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എന്തായാലും പാക്ക് ഉപയോഗിക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, അതാണ് പറയാൻ പോകുന്നത്. പാക്ക് എന്ന് പറയുമ്പോൾ മുടി നന്നായിട്ട് ഡ്രൈ ആക്കണ പാക്കാണ്. അപ്പം മുടിയിൽ നന്നായിട്ട് എണ്ണ തേച്ചിട്ട് വേണം ഈ പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരുപാട് എണ്ണ തേക്കാൻ പറ്റാത്ത തരം ആൾക്കാരാണെങ്കിൽ ഒരു തൊട്ടില്ല എന്നുള്ള രീതിക്കെങ്കിലും കുറച്ചെങ്കിലും എണ്ണ പുരട്ടുക, എന്നാലേ നമ്മൾ മുടി പൊട്ടാതെയൊക്കെ ഇരിക്കത്തുള്ളൂ. ഞാൻ ഇപ്രാവശ്യം മുടി ഏകദേശം ഇത്രയും ലെങ്ത് കുറച്ചായിരുന്നു. 2 മാസത്തിനിടയ്ക്ക് ഇതിപ്പോൾ ഞാൻ 3ാമത്തെ തൊട്ടാണ് മുടി വെട്ടണത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കിപ്പോൾ ഫാസ്റ്റായിട്ടാണ് ഹെയർ ഗ്രോത്ത് ഉള്ളതെന്ന്. ഒരിക്കലും വളരാത്ത മുടിയാണ്, അതാണ് പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുടിക്കൊക്കെ പെട്ടെന്ന് നീളം വയ്ക്കണം, ബേബി ഹെയർസ് ഒക്കെ പെട്ടെന്ന് വരണം എന്നുള്ളൊരു ഈ ചാലഞ്ച് ഒന്ന് ഫോളോ ചെയ്താൽ നന്നായിരിക്കും കേട്ടോ. എല്ലാ പാക്കും ഇട്ടിരിക്കണം. ഇപ്പം എന്തായാലും ഈ പാക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് കറിവേപ്പിലയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുടിയുടെ നര മാറ്റാനായിട്ട് അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട് കറിവേപ്പിലയാണ് ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന്. അതിനോടൊപ്പം നമ്മുടെ ഈ ഒരു ചാലഞ്ചിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉലുവയും കൂടെ ഉണ്ട്. ഇത് രണ്ടും നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ മുടിക്ക് ആവശ്യമുള്ള അത്രയ്ക്കും ഉലുവ എടുത്താൽ മതി. ഞാൻ 1.5 സ്പൂൺ ഉലുവയാണ് എടുത്തേക്കുന്നത്. പിന്നെ കറിവേപ്പില നന്നായിട്ട് വേണം, ഒരു പിടിയോളം വേണം. ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. തിളച്ച് ഒരു വറ്റയൊന്നും വേണ്ട, എങ്കിലും നന്നായിട്ട് തിളയ്ക്കുന്ന രീതിക്ക് തന്നെ നമുക്ക് വെള്ളം വേണം. ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം ചെറിയ ഉള്ളി എടുത്തിട്ട് അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വയ്ക്കുക. ചെറിയ ഉള്ളിക്ക് പകരം സവാള എടുത്താൽ പോരെന്ന് ചോദിക്കരുത്, ചെറിയ ഉള്ളി തന്നെ വേണം. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലോട്ട് മാറ്റിയിട്ട് ഉള്ളിയും കൂടെ ചേർത്ത് വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു ഡ്രൈ ആയിട്ടുള്ള പാക്കാണ്. അപ്പം മുടി ഭയങ്കരമായിട്ട് പൊട്ടി പോകും, ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒരു 4 2 പഴം ഇട്ടിട്ട് അടിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ മാസ്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. പഴവും കൂടെ ഇട്ടാൽ നന്നായിട്ട് മോയ്സ്ചറൈസിങ് ആയിട്ട് ഇരിക്കും. അപ്പം പഴം ഏതാണെന്ന് ചോദിച്ചാൽ ഏത്തപ്പഴമാണ് ഏറ്റവും ബെസ്റ്റ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏത് പഴം വേണമെങ്കിലും എടുക്കാം, പക്ഷെ നന്നായിട്ട് പഴുത്തതായിരിക്കും. ഈ ഒരു പാക്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മുട്ട, അലവേര അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടരുത്. കാരണം അത് മുടിനെ ഓൾറെഡി കുറച്ചും കൂടെ ഡ്രൈ ആക്കുന്ന തരം സാധനങ്ങളാണ്. മുട്ട മുടിനെ ഡ്രൈ ആക്കുമെന്ന് ചോദിച്ചാൽ ആ മുടിനെ ഏറെക്കുറെ കുറച്ചൊന്ന് ഡ്രൈ ആക്കും. കാരണം മുട്ട ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ മുടി ഒരുമാതിരി പെരുവിയിരിക്കുന്ന കണക്കാണ് ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇരിക്കുന്നത്. ഓൾറെഡി ഈ ഒരു ഹെയർ പാക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ മുടി ഇതുപോലെ പെരുവിയിരിക്കും. അതായത് ഓൾറെഡി ഉള്ളില്ലാത്ത മുടിയാണെങ്കിൽ ഇത് ഇട്ട് ഹെയർ വാഷ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടെ പറന്നടിച്ച് നല്ല ഉള്ളുള്ളതുപോലെ കിടക്കും. മുടി പൊട്ടി പോവാത്തവരൊന്നും ഇതിൻ്റെ അകത്ത് പഴം ഇടാൻ പാടില്ല എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പഴമൊക്കെ ഇടാൻ കുഴപ്പമൊന്നുമില്ല. ഇടാൻ പാടില്ലാത്ത സാധനങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി. ഇനി ഈ പഴവും കാര്യങ്ങളും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മുടിയിൽ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഉണ്ടല്ലോ, അത് തന്നെ ഒരു 2-3 സ്പൂൺ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് തേച്ചാലും മതി. എന്തായാലും ഈ വക ഒരു സാധനവും ഇല്ലാണ്ട് നിങ്ങൾ ഈ പാക്ക് ഇട്ടിട്ട് ഷാമ്പൂ ചെയ്യരുത്, എങ്കിൽ മുടി നന്നായിട്ട് പൊട്ടും. ഇത് ഇച്ചിരി ഡ്രൈ ആക്കുന്ന പാക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുന്നത്. എന്തായാലും ഇത് മുടിയുടെ നര കുറയ്ക്കാനായിട്ടും നര വരാതിരിക്കാനുമായിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പാക്കാണ്. ഇപ്പം നമുക്ക് ഭാവിയിൽ നര വരുന്ന ഏജൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. നമ്മൾ പണ്ടത്തെ മാമിയാരെയൊക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ അല്ല കേട്ടോ, പണ്ടത്തെ മാമിയാർ, പണ്ട് നമ്മൾ കുഞ്ഞിലേക്കായിരുന്നപ്പോൾ ഉള്ള മാമിയാരൊക്കെ നോക്കുകയാണെങ്കിൽ അവരൊക്കെ മുടി ഡൈ ചെയ്യാതെ തന്നെ നല്ല കറുപ്പ് കളറായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അവർ ഇതുപോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കണോണ്ടല്ല, അവർ കെമിക്കലുമായിട്ട് സാധനങ്ങളൊന്നും അധികം എക്സ്പോസ്ഡ് ആവാത്തതുകൊണ്ടാണ്. ഈ ഹെയർ കളറിങ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഒരുപാട് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് അവരെ മുടി നാച്ചുറലി കുറച്ച് ഡാർക്കായിട്ട് കറുത്ത കളറിൽ തന്നെ ഇരിക്കുന്നത്, നരയൊന്നും പെട്ടെന്ന് വരാത്തത്. നമ്മൾ പക്ഷേ അങ്ങനെയൊന്നുമല്ലോ, കണ്ടീഷണർ, ഷാമ്പൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ കെമിക്കലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്യുന്നത് കുഴപ്പമുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മൾ അതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും പലപ്പോഴും വായിച്ച് നോക്കാതെയാണ് ഈ പറയുന്ന ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുന്നത്. നമ്മൾ കുഞ്ഞിലേക്ക് ഒരുപാട് സൾഫേറ്റുള്ള ഷാമ്പൂ ഒക്കെ ആയിരിക്കും ഉപയോഗിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ നര വരാനുള്ള ചാൻസ് ഒക്കെ ഒരുപാടുണ്ട്. അതുകൊണ്ട് അതൊക്കെ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ നര വരാതിരിക്കാനുള്ള പാക്കും കൂടെയൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കണം. മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ മുടി നരയ്ക്കാതിരിക്കാനുള്ള പാക്കുകളൊക്കെ ഇടണം, നിർബന്ധമായിട്ട് ഇടണം. ഇങ്ങനെ പാക്ക് കൊടുത്തോണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ ഉള്ളിൽ നിന്നും കാര്യങ്ങൾ കഴിക്കണം. ഈ കറിവേപ്പിലൊക്കെ കുറുക്കി കഴിക്കുന്നതോ അല്ലെങ്കിൽ കറിയിലൊക്കെ അത്യാവശ്യം കൂടുതൽ കറിവേപ്പില ഇട്ടിട്ട് അത് തന്നെ പറക്കിയെടുത്ത് കഴിക്കുന്നതൊക്കെ നന്നായിരിക്കും. ഉള്ളിൽ നിന്ന് കഴിച്ചിട്ടേ കാര്യമുള്ളൂ, അല്ലാണ്ട് പുറത്ത് മാത്രം പുരട്ടിയിട്ട് കാര്യമില്ല. കാരണം ഈ നരയൊക്കെ പുറത്തുനിന്ന് ഉണ്ടാവണമല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് റൂട്ട്സിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. ഈ നരയായാലും ഹെയർ ഫോൾ ആയാലും ഒക്കെ നമ്മുടെ ഉള്ളിലെ പ്രശ്നം കൊണ്ടിട്ട് വരുന്നതാണ്. അതുകൊണ്ട് പുറത്ത് മാത്രം അപ്ലൈ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. എന്തുകൊണ്ടാണ് പ്രായമാവുന്നതിന് മുന്നേ നര വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫുഡിൽ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും.
കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്സും കാര്യങ്ങളും എടുക്കുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വരുന്ന എന്തെങ്കിലും വ്യത്യാസങ്ങളോ ഇതുപോലെ ഈ കെമിക്കൽസും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ടോ ഒക്കെ ആയിരിക്കാം. ഈ 1-2 മുടി ഒരു 2-3 മാസമായിട്ട് വെളുത്തിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രശ്നമൊന്നുമല്ല. അത് 1-2 മുടിക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു ഡിസ്കളറേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ ഈ 1 മാസം കഴിയുന്തോറും നമ്മുടെ വെള്ള മുടിയുടെ എണ്ണം കൂടി വരുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. അതാണ് ഈ നരയായിട്ട് വന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. മറ്റതൊരു പ്രശ്നമല്ല കേട്ടോ. ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് ഈ ടീനേജ് പ്രായത്തിൽ വരുന്ന നരയാണ്. അത് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ സ്ട്രെസ്സിൻ്റെ ആയിരിക്കാം, പഠിക്കാനൊക്കെ പോകുന്നില്ല അപ്പോൾ അതിൻ്റെ സ്ട്രെസ്സിൻ്റെ ആയിരിക്കാം. അല്ലെങ്കിലുള്ള മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ എന്തിൻ്റെയെങ്കിലും ഡെഫിഷ്യൻസി ആയിരിക്കാം, ഈ ഇതുപോലെ ആഹാരത്തിൻ്റെയും ഒക്കെ കുറവ് കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ടീനേജ് പിള്ളേരാണ് അല്ലെങ്കിൽ അഡൾട്ട് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ ഹെയർ പാക്ക് കിട്ടും, നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ഈ നരയൊക്കെ വരാതെ നോക്കാം, വന്നതിനെ കുറയ്ക്കാനും പറ്റും. പക്ഷെ പാരമ്പര്യമായിട്ട് കിട്ടിയ നരയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് മാറ്റാൻ പറ്റത്തില്ല. അത് പാരമ്പര്യമായിട്ട് നമുക്ക് അങ്ങനെ ഉള്ളത് കൊണ്ടാണ് അത് വരുന്നത്. അതിന് പ്രത്യേകിച്ച് റെമഡി ഒന്നുമില്ല. ഈ പാക്ക് ഇട്ടിട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊണ്ട് കാര്യമില്ല. പിന്നെ പാരമ്പര്യമായിട്ട് എല്ലാവർക്കും അത് വന്നോളണമെന്ന് നിർബന്ധമില്ല. വന്ന് തുടങ്ങി ഇത് പാരമ്പര്യമാണെന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതുപോലുള്ള കറിവേപ്പില പാക്കും കാര്യങ്ങളൊക്കെ ഇടുക, കറിവേപ്പിലൊക്കെ തിന്നാനൊക്കെ തുടങ്ങുക. കുറച്ചും കൂടെയൊക്കെ നമുക്ക് എണ്ണം കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പാരമ്പര്യം അല്ലാത്ത ആൾക്കാരൊക്കെ ഇത്ര കാര്യങ്ങളൊക്കെ മാത്രം ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ നമ്മുടെ നരയൊക്കെ നന്നായിട്ട് കുറയ്ക്കാനും വരാതിരിക്കാനും ഒക്കെ പറ്റും. എത്രയും പെട്ടെന്ന് എത്രയും ടീനേജ് പ്രായത്തിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇതുപോലത്തെ ഹെയർ പാക്കൊക്കെ ചെയ്യാൻ പറ്റുന്നു, അത്രയും താമസിച്ചേ നിങ്ങൾക്ക് നരയും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. പിന്നെ കെമിക്കലായിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ, അതായത് ഈ ബ്രാൻഡഡ് ഷാമ്പു അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. നമ്മൾ എത്രത്തോളം കെമിക്കൽ യൂസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ഇങ്ങനത്തെ നരകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ കളർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ റൂട്ടീനെ കളർ ചെയ്യാതിരിക്കുക, കണ്ടീഷണറും കാര്യങ്ങളൊക്കെ റൂട്ടീനെ ഉപയോഗിക്കാതിരിക്കുക. അതൊക്കെ മുടി പെട്ടെന്ന് ഡാമേജ് ആക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു പാക്ക് ഒരു അരമണിക്കൂർ മുടിയിൽ ഇട്ട് വെച്ചിരുന്നാൽ അത്രയും നല്ലതായിരിക്കും. പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് 100% അരിച്ച് സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പിന്നെ നര വന്നിട്ട് മാറ്റാം എന്ന് പറഞ്ഞ് നിൽക്കാതെ അത് നര വരാതെ നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം വന്നതിന് ശേഷം പിന്നെ നമുക്ക് എപ്പോഴും ഒരു ടെൻഷനായിരിക്കും, നാളെ വരുമോ മറ്റന്നാൾ വരുമോ എന്നൊക്കെ പറഞ്ഞൊരു ടെൻഷനായിരിക്കും. അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിങ്ങനെ ലൈഫ് സ്റ്റൈലിലൊക്കെ ഒരു ചെറിയ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയാൽ മാത്രം മതി. പിന്നെ നമ്മുടെ അടുത്ത ഹെയർ പാക്ക് വീഡിയോ ഞായറാഴ്ച ഇടുന്നതായിരിക്കും. പിന്നെ അടുത്ത ആഴ്ച നമ്മളൊരു 3 ഹെയർ പാക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാലഞ്ച് കംപ്ലീറ്റ് ആവുകയാണ്. ഈ ചാലഞ്ചിൻ്റെ ഇത്രയും നാളത്തെ ജേർണി വരെ തന്നെ ഒരുപാട് പേർക്ക് ഹെയർ ഫോളൊക്കെ നന്നായിട്ട് മാറി എന്ന് പറഞ്ഞാൽ ഒരുപാട് കമൻറ്റ് ഉണ്ടായിരുന്നു. കമൻറ്റ് ഇട്ട് എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും ഹെയർ ഫോൾ മാറിയാലും എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ ഈ മടിച്ച് നിൽക്കാതെ പെട്ടെന്നൊക്കെ തന്നെ ഹെയർ പാക്കൊക്കെ ഇട്ട് തുടങ്ങിക്കോളൂ. 10 എന്തായാലും 2 പേർക്ക് എന്തായാലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ 2 പേര് നിങ്ങളാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ എല്ലാവർക്കും വ്യത്യാസം ഉണ്ടായി എല്ലാവരുടെ മുടിയും ശരിയാവുമെന്നൊന്നും ഞാൻ പറയില്ല. അതൊക്കെ നിങ്ങളുടെ മുടി നിങ്ങൾ ഹെയർ കെയർ ചെയ്യുന്നതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിക്കും വ്യത്യാസം വരണം, എൻ്റെ മുടി നന്നാവണമെന്ന് പറഞ്ഞിട്ട് എന്നെ ചെയ്യുക, മടി കൂടാതെയൊക്കെ ചെയ്യുക. ശ്രമിച്ചാൽ നന്നാവാത്ത മുടിയൊന്നും ഇല്ലാതെ എന്തായാലും ശ്രമിക്കുന്ന രീതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും.